നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവരുടെ കയ്യിലില്ലാന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതൊന്നും ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാ പോരല്ലോ. ഈ വീട് മുഴുവനും ഞങ്ങൾക്ക് പരിശോധിക്കണം. അമ്മ എന്ത് വൃത്തികേടാ ഈ കാണിക്കുന്നേ? എന്ത് വൃത്തികേട്? കാണാതായ മോതിരം അന്വേഷിക്കുന്നത് വൃത്തികേടാണോ? അപ്പൊ ഇതിന്റെ പിന്നിൽ നിങ്ങളായിരുന്നു അല്ലേ? ഞാനത് ഊഹിച്ചു. അയ്യോ, ഒന്ന് പുതുക്കെ പറമ്മേ. ആരെങ്കിലും കേട്ട നമ്മൾ പെടും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? അതൊക്കെ അമ്മ കണ്ടറിഞ്ഞാ മതി. ഓ, അവളുടെ ഒരു പത്രാസ്. ശരി, ഞാൻ കണ്ടറിഞ്ഞോളാം. അല്ല, ഇന്നത്തോടെ ദേവിക ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമല്ലോ അല്ലേ? അതിലൊരു സംശയവും വേണ്ട. എല്ലാം സെറ്റാണ്. എന്റെ ഈശ്വര, അവളെ ഇന്ന് തന്നെ പൊന്നാരൻ തോട്ടത്തുകാർ അടിച്ചിറക്കണേ. എന്നിട്ട് വേണം എന്റെ പൊന്നു മോക്ക് രാജകുമാരി പോലെ അവിടെ വാഴ. അതൊക്കെ നടക്കും അമ്മ. അമ്മ നോക്കിക്കോ. കുറച്ച് കഴിയുമ്പോ ജാനകി അമ്മയും മായ ആന്റിയും ഹരിയങ്കളും ഇവിടെ വരും. വൈരമോതിരം മോഷ്ടിച്ചതിന് ദേവികേച്ചെ കൈയോടെ പിടിക്കുകയും ചെയ്യും. അവര് വരുമല്ലേ? വരട്ടെ, പെട്ടെന്ന് വരട്ടെ. എന്നിട്ട് ആ കള്ളിയെ പിടികൂടട്ടെ. എന്നിട്ട് അത് കണ്ട് എനിക്കിന്ന് സന്തോഷിക്കണം. മുത്തശ്ശ, ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? ഇത്രയും നേരം അമ്മ അമ്പലത്തിലാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾ അമ്പലത്തിൽ തന്നെ പോയതാ. അമ്മ എന്താ അവിടെ ഭജന ഇരിക്കുന്നുണ്ടോ? രാവിലെയുള്ള ദീപാരാധന തൊഴാൻ പോയതല്ലേ? ദീപാരാധനയും കഴിഞ്ഞ് നടയെ അടച്ചു. ഇപ്പൊ മണിക്കൂറുകളായി. അമ്മ എവിടെ പോയതാ? മുത്തശ്ശ, അമ്മ എവിടെ പോയിന്ന് പറയേ. ഇന്നിവിടെ ഞങ്ങൾക്ക് വിരുന്ന് തരുന്നു അമ്മയ്ക്ക് അറിയാലോ. അപ്പൊ അമ്മ എന്താ ചെയ്യേണ്ടത്? തൊഴുത് വേഗം വീട്ടിലേക്ക് വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുക വേണ്ടത്. അമ്മ എന്താ അത് ചെയ്യാത്തത്? മുത്തശ്ശ, എനിക്കെല്ലാം മനസ്സിലാവും. അമ്മയ്ക്ക് ഞങ്ങളെ കാണുന്നതിൽ താല്പര്യമില്ല, എന്നെയും കുട്ടനെയും. അതുകൊണ്ടാ ക്ഷേത്രദർശനത്തിന്റെ പേരും പറഞ്ഞ് അമ്മ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ മുത്തശ്ശ? നിനക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാനായിട്ടൊന്നും മറച്ചു വെക്കുന്നില്ല. നീ ഉദ്ദേശിച്ചെന്നെ സത്യം. നിന്നെയും സിദ്ധുവിനെയും കണ്ടാൽ അവളുടെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുവെന്ന് പറഞ്ഞാ അവൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോയത്. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവൾ തിരികെ വരൂ. അമ്മയുടെ മനസ്സ് ഇതുവരെ മാറിയില്ലേ മുത്തശ്ശ? അമ്മയുടെ ഈ വിരോധം എത്ര കാലം തുടരും? എന്നാ അമ്മ എന്നെയും കുട്ടനെ അംഗീകരിക്കുക? ഞങ്ങളെ ഇനി അംഗീകരിക്കില്ലേ? ജീവിതകാലം മുഴുവൻ അമ്മ എന്നെയും കുട്ടനെ ഒഴിവാക്കി നിർത്തുവോ? മോള് സങ്കടപ്പെടണ്ട. ശ്രീകലയ്ക്ക് എത്ര കാലം നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ സാധിക്കും? ഒരുപാട് ദിവസമൊന്നും അവൾക്കതിന് സാധിക്കില്ല. മോളെ, ഏറിയ 4-5 മാസം, അതിനുള്ളിലെ അവളുടെ മനസ്സലി. അവൾ ഈ ചെയ്യുന്നതെന്ന് ശരിയല്ലെന്ന് അവൾക്ക് സ്വയം ബോധ്യപ്പെടും. അവളായിട്ട് തന്നെ വന്ന് നിങ്ങളോട് ക്ഷമ പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കും. മോള് സമാധാനിക്ക്. ഈ സങ്കടമൊക്കെ മാറ്റിവെക്ക്. ശ്രീകല പിണങ്ങി മാറി നിൽക്കുകയാണെന്ന് ഇവിടെ ആർക്ക് തോന്നരുത്. അത് നീ ശ്രദ്ധിക്കണം. അവളുടെ കുറവ് അറിയിക്കാതെ എല്ലാം നീ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് വിഷമൊക്കെ തൽക്കാലം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നീ അവരുടെ അടുത്തേക്ക് ചെല്ല്. ചെല്ല്. കഴിഞ്ഞ 3 വർഷമായി കൊല്ലണമെന്ന പകയോടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളാ ഇന്ന് എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇതവനാ, അച്ഛന്റെ മോനെ കാറിടിച്ച് കൊന്നവൻ. അതെ, എന്റെ സിന്ദൂരം എവിടെയാ? നമ്മൾ കയറി വന്നപ്പോ 5 തേക്ക് സിന്ദൂരം വെച്ചു തന്നല്ലോ. എനിക്കും എന്റെ മാലകയ്ക്ക് സിന്ദൂരം വെച്ച് തന്നില്ല. എനിക്ക് സിന്ദൂരം എന്താ? എനിക്ക് സിന്ദൂരം വേണം. എനിക്ക് സിന്ദൂരം തന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ഇവിടെ സിന്ദൂരൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. സിദ്ധുണ്ടെന്ന് പോയേ. വെറുതെ പറയാട്ടോ, എന്നെ പറ്റിക്കുവാ. സിന്ദൂരം ഉണ്ട്, അതിവിടെ എവിടെയോ ഉണ്ട്. എനിക്ക് സിന്ദൂരം വേണം.
വേണ്ടെന്ന് പറഞ്ഞില്ലേ സിദ്ധുവേട്ടാ, പിന്നെന്താ? എനിക്ക് സിന്ദൂരം വേണമെന്നല്ലേ പറഞ്ഞേ? എനിക്ക് സിന്ദൂരം എന്താ? ഇവിടെ എവിടെയുണ്ട്? കുറെ സിന്ദൂരമുണ്ട്. അത് വേഗം തന്നേ. അതെങ്ങനെ പെട്ടെന്ന് തീർന്നു പോണേ? എന്നെ പറ്റിക്കാ. തീർന്നു പോയി അത്. സിദ്ധുവേട്ടൻ പുറത്തെങ്ങാനും പോയി കളിച്ചേ. എനിക്ക് സിന്ദൂരം വേണം. സിന്ദൂരം എന്താ? എന്താ കുട്ടാ, എന്താ ഇവിടെ ഒരു ബഹളം? മാലാകെ, എനിക്ക് സിന്ദൂരം വേണം. നമ്മൾ ഇവിടെ വന്നപ്പോ നമുക്ക് സിന്ദൂരം വെച്ച് തന്നോ? ഇല്ലല്ലോ. എനിക്കിപ്പോ സിന്ദൂരം വേണം. ഈ അഞ്ജിതയോട് ചോദിച്ചിട്ട് ഇവൾ എനിക്ക് സിന്ദൂരം തന്നില്ല. എനിക്ക് സിന്ദൂരം വേണം മാലാകെ. കുട്ടന് സിന്ദൂരല്ലേ വേണ്ടത്? ഓ, അത് മാലാഖ വെച്ചുതരാം. എന്നാ വെച്ചതാ. നമസ്കാരം. വരണം. എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്കാനൊക്കെ വരട്ടെ. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അഞ്ജിത പറഞ്ഞു കാണുമല്ലോ. മോതിരം ഇതുവരെ കിട്ടിയില്ലേ? അവിടെ എവിടെയും മോതിരമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആരെങ്കിലും ആ മോതിരം എടുത്തിട്ടുണ്ടോ? ഞങ്ങളാരും ആ മോതിരം അണിഞ്ഞിട്ടില്ല. അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി അഞ്ജിതയെ വിളിച്ച സമയത്ത് തന്നെ ഞങ്ങളത് പറയുമായിരുന്നല്ലോ. ഞാനങ്ങനെ ഒരു മോതിരം കണ്ടിട്ടേ ഇല്ല. അമ്മേ, അവിടെ മോതിരം കാണാതായതിന് ഇവിടെ വന്ന് എന്തിനാ അത് അന്വേഷിക്കുന്നേ? അതിന്റെ അർത്ഥം എന്താ? അർത്ഥവും വ്യാഖ്യാനം ഒന്നും നോക്കണ്ട. ലക്ഷ്യങ്ങൾ വിലപിടിപ്പുള്ള മോതിരം. അതുകൊണ്ട് വിശദമായിട്ട് പരിശോധിച്ചാൽ മതിയാവും. ഇവരുടെ കയ്യിലില്ലാന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതൊന്നും ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാ പോരല്ലോ. ഈ വീട് മുഴുവനും ഞങ്ങൾക്ക് പരിശോധിക്കണം. അമ്മ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ? എന്ത് വൃത്തികേട്? കാണാതായ മോതിരം അന്വേഷിക്കുന്നത് വൃത്തികേടാണോ? ഞാൻ എല്ലാവരോടായി പറയാ, ഈ വീട്ടിലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരപേക്ഷ കൂടിയുണ്ട്. ഞങ്ങളുടെ മക്കളെ അകാരണമായി സംശയിക്കരുത്. അമ്മേ, മുത്തശ്ശൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവരെ അപമാനിക്കാൻ ഒരുങ്ങുന്നത്? വേണ്ട, ഇവിടെ ഒരു പരിശോധനയും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.